ഹായ്, എല്ലാവർക്കും നമസ്കാരം. സ്വന്തം അച്ഛനും അമ്മയേക്കാൾ ഇന്നലെ കണ്ട ഏതോ ഒരുത്തനെ അതിയായി സ്നേഹിക്കുന്ന മകൾ, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾ. ഒരു അച്ഛനും അമ്മയ്ക്കും ഇതിലപ്പുറമുള്ള ഒരു ഗതികേട് എന്താണ്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊക്കെ മാതാപിതാക്കളാണ്. നമ്മളുടെ മക്കൾ നമ്മളോട് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മനോവിഷമം എത്രമാത്രമായിരിക്കും? അതൊന്ന് ചിന്തിക്കാൻ കഴിയാത്തതാണ്. 69 ദിവസം മുൻപ് മാത്രം കണ്ട ഒരു വ്യക്തിയോട് സ്വന്തം അച്ഛനും അമ്മയേക്കാൾ സ്നേഹമാണ് എന്ന് പറയുമ്പോൾ ആ അച്ഛനും അമ്മയും ആ മകളെ കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്രയും ഗതികെട്ടൊരു അച്ഛനും അമ്മയും വേറെ കാണില്ല. നമുക്കറിയാം, പ്രേമിച്ച് വിവാഹം കഴിച്ച് ഒളിച്ചോടി പോകുന്ന എത്രയോ മക്കളുണ്ട്. പക്ഷെ ആ മക്കളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും അച്ഛനും അമ്മയും എന്നും നിറഞ്ഞു നിൽക്കും. അവരെ ഒരു നോക്ക് കാണുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവരുടെ സംസാരം ഉണ്ടാകുമ്പോഴോ ഒക്കെ ആ ഒരു സ്നേഹം പുറത്തു വരും, അല്ലേ? അവരുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതായിരിക്കും. അപ്പോഴും ആ അച്ഛനും അമ്മയും അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. പക്ഷെ ഇവിടെ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് 100 ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ വന്ന സ്വന്തം മകള് 69 ദിവസം മുൻപ് മാത്രം കണ്ട ഒരു ചെറുപ്പക്കാരനെയാണ് തങ്ങളെക്കാൾ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും എന്ന് മനസ്സിലാക്കുമ്പോൾ ആ അച്ഛനും അമ്മയുടെ നിസ്സഹായാവസ്ഥ കണ്ടു നിൽക്കാൻ കഴിയില്ല. അപ്പൊ ഇന്ന് മുഴുവൻ ലൈവ് കണ്ട മാതാപിതാക്കളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവുക, ഇങ്ങനെ ഒരു മകൾ ഉണ്ടാവരുതെന്നായിരിക്കും. കാരണം അദ്ദേഹം പുറത്ത് ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടുന്ന ഒരു വ്യക്തിയാണ്, അല്ലേ? ഈ ജാസ്മിന്റെ അച്ഛനായതുകൊണ്ട് മാത്രം, കുടുംബക്കാരായതുകൊണ്ട് മാത്രം ഒരുപാട് സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ മക്കളെ എന്ത് തെറ്റ് ചെയ്താലും എത്രയോ പൂർവികരുടെ കാലം മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു സംഭവമാണ്, മക്കൾ തെറ്റ് ചെയ്താലും അത് അച്ഛനും അമ്മയുടെ വളർത്തു ദോഷമാണെന്ന്, അല്ലേ? ആ കുറ്റവും, മക്കൾ എന്ത് തെറ്റ് ചെയ്താലും ആ കുറ്റവും അച്ഛനും അമ്മയുടെയും തലയാണ്. ആ ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ ശരിക്ക് ജാസ്മിന്റെ വാപ്പ വന്നിരിക്കുന്നത്. എന്ത് തെറ്റ് മകൾ ചെയ്താലും ആ വാപ്പയുടെ വളർത്തു ദോഷമാണ്, വാപ്പ ആ കുട്ടിയെ നല്ല രീതിക്ക് പറഞ്ഞു കൊടുത്ത് വളർത്താത്ത കൊണ്ടാണ് എന്നുള്ളൊരു കുറ്റമാണ് അദ്ദേഹത്തിന്റെ തലയിൽ. അപ്പൊ അത് കേൾക്കുന്ന ഒരു അച്ഛന്റെ അമ്മയുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം നേരിടുന്ന അറ്റാക്ക് ചെറുതൊന്നുമല്ല, ഒരുപാട് അറ്റാക്കുകൾ അദ്ദേഹം നേരിടുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ട്, അറ്റാക്ക് വന്നു, സർജറി വേണമെന്നൊക്കെ ജാസ്മിൻ പറഞ്ഞത് അങ്ങനത്തെ അറ്റാക്ക് ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാർട്ടിന് വന്ന അറ്റാക്ക് ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സൈബർ അറ്റാക്കാണ് ശരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ലാലേട്ടനൊക്കെ അത്രമാത്രം സൈബർ അറ്റാക്ക് നേരിട്ടൊരു വ്യക്തിയാണ്. വേറൊരു കണ്ടസ്റ്റൻസിന്റെ പിന്നെ പാരൻസിനും ഇതുപോലുള്ള സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് തിരുത്തി മകള് നല്ല നിലയിൽ ഗെയിം കളിച്ചിട്ട്, എത്രയായാലും സ്വന്തം മകളാണ്, തള്ളിക്കളയാൻ കഴിയില്ല. നമ്മുടെ നാട്ടുകാർക്ക് കുറ്റം പറയാൻ പറ്റുന്ന പോലെ ഒരു അച്ഛനും അമ്മയ്ക്കും എന്ത് തെറ്റ് ചെയ്താലും മക്കളെ തള്ളിക്കളയാൻ കഴിയില്ല. അതും സ്വന്തം കുടുംബത്തെ കടബാധ്യതകളിൽ നിന്ന് കരകയറ്റി ഒരു നിലയ്ക്ക് എത്തിച്ച ഒരു മകള് കൂടി ആകുമ്പോൾ ഒരിക്കലും തള്ളി പറയാൻ പറ്റില്ല. കാരണം ആ കുടുംബത്തിന് വേണ്ടി ജീവിച്ച ഒരു പെൺകുട്ടി കൂടിയാണ്. അപ്പൊ അതും കൂടി മനസ്സിലാക്കിയിട്ടാണ് അവർക്ക് മകളെ തള്ളിക്കളയാൻ കഴിയില്ല, പറഞ്ഞ് മനസ്സിലാക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം കയറി വന്നപ്പോൾ തന്നെ ഈ ഗബ്രിയുടെ മാല ഊരി വാങ്ങുകയും ഗബ്രിയുടെ ഫോട്ടോ വാങ്ങി വെക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ ജാസ്മിന്റെ അപ്പോഴത്തെ മുഖഭാവവും പ്രകടനവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താവ് മരിച്ചിട്ടുള്ള വിധവകളുണ്ടല്ലോ, അവര് ഭർത്താവിന്റെ കുറേ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കും, അല്ലെ? ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ഓർമ്മകളാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഷർട്ട്, അവര് ഉപയോഗിച്ച വാച്ച്, അങ്ങനത്തെ സാധനങ്ങൾ, കണ്ണട, മാല, ഫോട്ടോസ് ഒക്കെ നമ്മൾ പവിത്രമായിട്ട് സൂക്ഷിച്ചു വെക്കും ഭാര്യ, അതെപ്പോഴും കാണാൻ ഉള്ളൊരു ആഗ്രഹം കൊണ്ട്. അതുപോലെയാണ് ജാസ്മിന്റെ പ്രകടനം. ആ ഫോട്ടോയും മാലയൊക്കെ വാങ്ങിയപ്പോൾ ഹൃദയം തകർന്ന് അന്താളിച്ചിരിക്കുന്ന ഒരു ജാസ്മിൻ. എന്ത് ആവശ്യത്തിനാണ് നിങ്ങളിത് വാങ്ങുന്നത്? എന്തിനാണിത് വാങ്ങുന്നത്? ഇത് മാത്രമേ എനിക്ക് എൻ്റെ കൂടെ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഈ ജാസ്മിന്റെ കൂടെ കയറിയ ബാക്കി 21 കണ്ടസ്റ്റൻസും പിന്നെ ജാസ്മിനെ പോലെ തന്നെയുള്ള ആൾക്കാരല്ലേ? അതല്ലേ ജാസ്മിൻ മനസ്സിലാക്കേണ്ടത്? ഒരാളെ കൂടെ അച്ഛനെയോ അമ്മയോ കാമുകനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ കൂടെ കൊണ്ട് കയറിയവരല്ല അവരാരും. എല്ലാവരും ഒറ്റയ്ക്ക് വന്ന് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനാണ് വന്നത്. ഇപ്പോൾ സീസൺ 5 കഴിഞ്ഞ 6ാമത്തെ സീസണാണ്. ഇത് മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടാണ് ജാസ്മിൻ ഇങ്ങോട്ട് കയറിയിരിക്കുന്നല്ലേ? കഴിഞ്ഞ സീസണുകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും എന്നറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത്. എന്നിട്ട് ആ ജാസ്മിൻ പറയാണ്, എനിക്കിവിടെ ആരുമില്ല, എനിക്ക് ആകെ ഉള്ളത് ഈ മാലയും ഈ ഫോട്ടോയും ആണ്, എനിക്ക് എന്തെങ്കിലും പറയാനുള്ളത്. അപ്പൊ ഉമ്മ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന, മകളെ ദാ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, അനിയനുണ്ട്, അവരോട് പറയേ, ഇത് ഭർത്താവ് മരിച്ച ഭാര്യമാര് ഭർത്താവിന്റെ ഫോട്ടോയിൽ നോക്കി പദം പറഞ്ഞ് കരയുന്നത് പോലെ രാത്രി ആ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്നിരുന്നിട്ട് ഓരോന്ന് പറയാണ്, പിച്ചും പേയും പറയുന്ന പോലെ. ആരെ ബോധിപ്പിക്കാനാണ്?
അതാണ് മനസ്സിലാവാത്ത. ആരെ ബോധിപ്പിക്കാനാണ്? പുറത്ത് ഇത്രയധികം നാണക്കേട് സഹിക്കുകയാണ് ആ പാരൻസ്. എന്നിട്ടും അവരെ മാന്യത വിടാതെ മകളെ പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരു തരത്തിലും ഞാനത് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല. എനിക്ക് മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? എനിക്കത് മനസ്സിലാക്കണ്ട. എനിക്ക് നിങ്ങളെക്കാൾ വലുത് അവനാണ്. നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഉണ്ട്, ആയിക്കോട്ടെ, എന്നാലും ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പൊ ആ ഗബ്രിന്റെ ഫോട്ടോയോട് പറയാം, സ്വന്തം അച്ഛനും അമ്മയുടെ ഫോട്ടോയോട് പറയാം. നമുക്കറിയാം ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ ജാസ്മിൻ ഇതുപോലെ ഒരു സൈബർ അറ്റാക്ക് നേരിട്ടാണ്, വലിയ സോഷ്യൽ മീഡിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അതിന് ഈ കുട്ടിയെ എന്തൊക്കെയോ പറയുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, എൻ്റെ അനിയൻ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ്, അവന് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിക്കുന്ന ഒരു ജാസ്മിനെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അനിയനെ കുറിച്ച് എന്തൊരു കൺസേൺ ആയിരുന്നു. അനിയനെ അത്രയും സ്നേഹമുള്ള ഒരു ചേച്ചിയായിട്ടാണ് നമ്മൾ അന്നത്തെ ആ കരച്ചിൽ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. അപ്പൊ അവൻ ഞാൻ കാരണം എൻ്റെ അനിയനും കൂടി പുറത്തിറങ്ങാൻ വയ്യ ആളാണ്, അത് പറയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്ന ഒരു ജാസ്മിൻ. അതിൻ്റെയൊക്കെ 10 ഇരട്ടി 100 ഇരട്ടിയാണ് ഇപ്പൊ ആ കുടുംബം അനുഭവിക്കുന്നത്. ജാസ്മിൻ മനസ്സിലാക്കുന്നില്ല. അത് പല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉമ്മയും വാപ്പയും ആവുന്നത് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ആ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഗബ്രി ആണെങ്കിലോ പുറത്തെന്താ പറഞ്ഞു നടക്കുന്നത്? ഓപ്പോസിറ്റ് സെക്സ് അല്ലേ, രണ്ടുപേരെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാല് അട്രാക്ഷൻ തോന്നും, അത് അങ്ങനെയാണ് എന്നൊക്കെ ന്യായീകരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഗബ്രി. അതുപോലെ നല്ല സ്വാദുള്ള ടേസ്റ്റുള്ള ഒരു കേക്ക് പീസ് കിട്ടി ആരെ ടേസ്റ്റ് ചെയ്ത് നോക്കാത്ത എന്നൊക്കെ ഇന്റർവ്യൂവിൽ വളരെ കൂളായി പറഞ്ഞു നടക്കുന്ന ഒരു ഗബ്രി. ആ ഗബ്രിയെയാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്, സ്വന്തം അച്ഛനും അമ്മയേക്കാൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു വിഷമം, അവരുടെ ചങ്ക് തകർന്നു പോയിട്ടുണ്ടാവും മകൾ ഈ കാട്ടിക്കൂട്ടുന്നുണ്ട്. സ്വന്തം ഫോട്ടോസ് ഇപ്പൊ നമുക്കറിയാവുന്ന ഗബ്രിയുടെ ഫോട്ടോയോട് വർത്താനം പറയുന്ന സമയത്ത് ബിഗ് ബോസ് സൂം ചെയ്ത് കാണിച്ചിരുന്നു ഫാമിലി ഫോട്ടോ തൊട്ടടുത്തിരിക്കുന്നത്. ആ ഫാമിലി ഫോട്ടോ എപ്പോഴെങ്കിലും ജാസ്മിൻ കൈകൊണ്ടൊന്ന് എടുത്തു നോക്കുന്നതോ? അനിയനോട് പോലും അല്ലെ, സ്വന്തം അനിയൻ, നമ്മൾ ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് ആത്മബന്ധം ഉണ്ടാവും അല്ലെ, അനിയനോടൊക്കെ ഭയങ്കര സ്നേഹം ഉണ്ടാവും. ചേച്ചിമാർക്ക് കുറെ നാൾ അനിയനെ കാണാതിരുന്നു കഴിഞ്ഞാൽ ആ ഒരു വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും പ്രകടിപ്പിക്കുന്ന ജാസ്മിനെ നമ്മൾ അവിടെ കണ്ടിട്ടില്ല. അതിന് പകരം ഗബ്രി എന്ന് നാമം ജപിക്കുന്ന ഒരു ജാസ്മിനെയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെന്നപ്പോ പിന്നെ കൊടുത്ത ടെഡി ബെയർ ആ കുട്ടിയുടെ നിശ്ചയം കഴിഞ്ഞ ചെക്കൻ കൊടുത്തയച്ചതാണെന്നാണ് ഇപ്പൊ പരക്കെ എല്ലാരും പറയുന്നത്. അപ്പൊ ആരാ കൊടുത്തയച്ചെന്ന് നിനക്ക് അറിയോ എന്നൊക്കെ വാപ്പ ചോദിക്കുന്നത്. പക്ഷെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ആ ഒരു വിഷയം ചോദിക്കുന്നില്ല. എന്നാ ശരി, ഞാൻ പുറത്ത് കമ്മിറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞു, നിശ്ചയം കഴിഞ്ഞു എന്ന് പറഞ്ഞു, ആ ആൾ എന്ത് പറയുന്നു, എന്നെ അന്വേഷിച്ചോ, എന്ത് ചെയ്യുന്നു എന്നൊരു വാക്കുപോലും ആ കുട്ടിയെ അന്വേഷിച്ചില്ല. അതിന് പകരം ഈ 69 ദിവസം മുമ്പ് കണ്ട ഏതോ ഒരുത്തനാണ് ആ കുട്ടിക്ക് വലുത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. തികഞ്ഞ പരാജയം എന്നേ പറയാനുള്ളൂ. ഒരു മകളെന്ന നിലയ്ക്ക് ജാസ്മിൻ തികഞ്ഞ പരാജയമാണ്. ഇത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള, ഒരുപാട് പേര് പറയുന്നത് ബിഗ് ബോസിന്റെ ഗെയിമാണ്, ജാസ്മിന് കപ്പ് കൊടുക്കാനുള്ള ഒരു ട്രാപ്പാണ്, അങ്ങനെ പറയിപ്പിച്ചതാണ്, അഭിനയമാണ്, ഡ്രാമയാണ്. എനിക്കത് അങ്ങനെ തോന്നിയില്ല. ഒരു അച്ഛൻ്റെ ആദ്യമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കാരണം നമ്മൾ കണ്ടതാണ് ശ്രീധുവിൻ്റെ അമ്മ വന്നിട്ട് ശ്രീധുവിനോട് ഉപദേശിക്കുന്നത്, രാത്രി പോയിരുന്നിട്ട് ഉള്ള സംസാരം വേണ്ട അർജുനോട് എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന ശ്രീധുവിന്റെ അമ്മയെ നമ്മൾ കണ്ടു. അവരമ്മയുടെ അവലാതിയാണത്. ഏതൊരു അമ്മമാരും പറയും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്, ഗെയിം കളിക്കാൻ വന്നാൽ മാന്യമായിട്ട് ഗെയിം കളിക്കുക. കാരണം നമുക്കറിയാം, അവർക്കും അറിയാം, അവരും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ. മറ്റ് സ്ത്രീകളും അവിടെ ഉണ്ട് അല്ലേ, അപ്സരയുണ്ട്, മറ്റേ നമ്മുടെ അൻസിബയുണ്ട്, നന്ദനയുണ്ട്. എത്ര ഡീസൻ്റ് ആയിട്ടാണ് ആ കുട്ടികളൊക്കെ ബിഹേവ് ചെയ്യുന്നത്. എത്ര നോറയുണ്ട്, നോറ കുറേ ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാക്കുമെങ്കിലും വളരെ ഡീസൻ്റ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അവരെയൊക്കെ കണ്ടുപഠിക്കുക, അവരൊന്നും കോംബോ പിടിക്കാതെയും ഇതുപോലെ നൈറ്റ് ടോക്ക് നടത്താതെയും ആണ് ഗെയിം കളിക്കുന്നത്. അതുപോലെ കളിക്കുകയെന്ന് പറയാനുള്ള അവകാശം ഏതൊരു അമ്മയ്ക്കും അച്ഛനുമുണ്ട്. അത് തന്നെയാണ് ശ്രീധുവിൻ്റെ അമ്മയും ജാസ്മിൻ്റെ അച്ഛനും വന്ന് പറഞ്ഞത്. ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനുള്ള പവർ നിനക്കുണ്ട്, നീ ഒറ്റയ്ക്ക് ഗെയിം കളിക്കുക, ഇതൊക്കെ മറക്കരുത്, വിട്ടുകളയെ. അപ്പൊ എനിക്കിതിനുള്ള ആരുമില്ല, അത് അവൻ മാത്രമേ ഉള്ളൂ, അവനും ഇല്ലല്ലോ, പുറത്തു പോയില്ലെന്ന് വ്യംഗ്യത്തിൽ ഉമ്മ പറയുന്നുണ്ട്. എന്നിട്ടും ആ കുട്ടി അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ മോശം ഇതിനെ കുറിച്ച് പറയാനുള്ളൂ, വളരെ മോശം. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇവര് അച്ഛനും അമ്മയും പുറത്തിറങ്ങി കഴിയുമ്പോഴും നാട്ടുകാരെന്താ പറയുക അറിയോ? വളർത്തു ദോഷമാണ്, അത് നല്ല പ്രായത്തിൽ ചൊല്ലുപിടിക്ക് വളർത്തേണ്ടിയിരുന്നു, ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നേ പറയുള്ളൂ. അതും ജാസ്മിന്റെ കുറ്റമായിട്ട് വരില്ല, ആ അച്ഛനും അമ്മയുടെയും കുറ്റമായിട്ട് വരുള്ളൂ. അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹം. അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മകളോട് നല്ല സ്നേഹത്തിലും സാന്ത്വനത്തിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ഉമ്മയും വാപ്പയും ശ്രമിച്ചു. എന്നിട്ടും എന്തുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്തുകൊണ്ട്? വെറും 69 ദിവസം കണ്ട ഒരു വ്യക്തിയാണോ? സ്വന്തം അച്ഛനും അമ്മയും പറയുന്നതാണോ ഇവൾക്ക് വിശ്വാസം? അവരോടാണോ സ്നേഹം? സ്വന്തം അനിയനോടാണോ സ്നേഹം? ഏതോ ഒരുത്തനോടാണോ സ്നേഹം? ശരിക്കും എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കാൻ കൂടി കഴിയില്ല. എൻ്റെയൊക്കെ മകൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അവരോട് ക്ഷമിക്കാൻ പോലും കഴിയില്ല.
ശരിയാണ്, നമുക്കറിയാം ഒരുപാട് വർഷം പ്രേമിച്ച് കാമുകൻ്റെ കൂടെയൊക്കെ പോകുന്ന പെൺകുട്ടികളാണെങ്കിൽ നമുക്കറിയാം എത്രയോ വർഷത്തെ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണ്, സ്നേഹമാണ്. ഇതിപ്പോൾ ഈ കുട്ടി അഫ്സലിനോട് കാണിച്ചാൽ പോലും ആ പാരൻസിന് ഇത്ര വേദന തോന്നില്ലായിരുന്നു. ഇതങ്ങനെയല്ലല്ലോ. ഇത് എവിടുന്നോ വന്ന ഒരുത്തൻ ഗെയിം കളിക്കാൻ വേണ്ടി അവനത് ഗെയിമിന്റെ ഭാഗമായിട്ട് ഉപയോഗിച്ച ഒരു ട്രാക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഈ കുട്ടി ഈ സ്വന്തം മാതാപിതാക്കളെ ഏതൊരു ആപത്ഘട്ടത്തിലും കൂടെ നിന്നിട്ടുള്ള മാതാപിതാക്കളെ തള്ളി പറയുന്ന രീതിയിൽ വർത്താനം പറയുന്നത് നല്ല രീതിയിൽ എടുക്കുന്നില്ല. അതാണ് ഏറ്റവും വലുത്. എന്നിട്ട് എല്ലാവരോടും പറയുന്നത് ഞാൻ 23 വയസ്സായ കുട്ടികൾക്ക് മെച്യൂരിറ്റി ആയിട്ടുണ്ട്. 23 വയസ്സ് പറഞ്ഞാൽ മെച്യൂരിറ്റി ആവാത്ത പ്രായമൊന്നുമല്ല. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ 16, 17 വയസ്സിലൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും ഉണ്ട്. 21 വയസ്സാകുമ്പോഴത്തേക്ക് 2, 3 കുട്ടികളുടെ അമ്മമാരായി നല്ല മെച്യൂരിറ്റിയോടുകൂടി ജീവിക്കുന്ന പെൺകുട്ടികളുണ്ട്. അതേ പ്രായത്തിലുള്ള പല പെൺകുട്ടികളും വളരെ ബോൾഡായിട്ട് കുടുംബം നോക്കി, കുട്ടികളെ നോക്കി, ഭർത്താവിനെ നോക്കി ജീവിക്കുന്നവരുണ്ട്. 23 വയസ്സെന്ന് പറഞ്ഞാൽ അത് അത്ര ചെറിയ പ്രായമൊന്നുമല്ല, തിരിച്ചറിവുള്ള പ്രായം തന്നെയാണ്. ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, സമൂഹം എങ്ങനെയാണ് ഓരോ ഇൻസിഡന്റിനെയും വിലയിരുത്തുക എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കുട്ടിയാണ്. സൈബർ ബുള്ളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈബർ അറ്റാക്ക് എന്താണ്, ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പുറത്ത് ആരെയൊക്കെ അത് ബാധിക്കും, എങ്ങനെയാണ് സോഷ്യൽ മീഡിയ അത് കൈകാര്യം ചെയ്യാൻ നല്ലപോലെ അറിയാവുന്ന കുട്ടിയാണ്. മുൻ സീസണുകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഉള്ള കണ്ടസ്റ്റന്റുകളെ പറ്റി നമുക്കറിയാം. ആര്യയുടെയൊക്കെ അവസ്ഥ അല്ലെ, ആര്യയുടെയും മഞ്ജു പത്രോസിന്റെ ഒക്കെ അവസ്ഥ നമുക്കറിയാം, വീണ. അപ്പൊ അതൊക്കെ കണ്ടിട്ടുള്ള കുട്ടിയാണ്. എങ്ങനെ അത് പുറത്തു പോകും, പുറത്തു പോയി കഴിഞ്ഞാൽ എങ്ങനെ പിന്നെ സൈബർ അറ്റാക്ക് ഉണ്ടാവും, കുടുംബത്തിന് നേരെ വരെ ഉണ്ടാവും എന്നുള്ളൊരു കുടുംബം തകർക്കാൻ മാത്രം ഉള്ള ശക്തി സോഷ്യൽ മീഡിയക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയ കുട്ടിയാണ്. പക്ഷെ എന്നിട്ടും അത് പറഞ്ഞു കൊടുക്കുന്നവരെ വിശ്വസിക്കാതെ, അവരെ സ്നേഹിക്കാതെ, സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാതെ, ഏതോ ഒരുത്തനെ ഇപ്പോഴും ഓർത്ത് ഒരു വിധവയെ പോലെ കരയുന്ന ജാസ്മിനെ ഓർത്തിട്ട് വെറും പുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ, സങ്കടം തോന്നില്ല. പലരും പറയും ചെറിയ കുട്ടിയല്ലേ, പക്വത ഇല്ലാത്തല്ലേ എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനെ തോന്നിയില്ല, പക്വത ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയില്ല. അത് അഹങ്കാരം എന്നേ പറയാൻ കഴിയുള്ളൂ. അഹങ്കാരം എന്ന് മാത്രമേ കഴിയാൻ. ഇത്രയും വർഷം, ഈ 23 വർഷം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളെക്കാൾ 69 ദിവസം കണ്ട ഒരുത്തനാണ് വലുതെങ്കിൽ അത് അഹങ്കാരം മാത്രമാണ്. അങ്ങനെ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ കഴിയുള്ളൂ. എന്ത് തന്നെയായാലും ഇത് പിന്നെ ജാസ്മിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞ പോലെ ഇവിടെ അവസാനിപ്പിച്ച് ഒറ്റയ്ക്കുള്ള ഗെയിം മുന്നോട്ട് കൊണ്ടുപോയാൽ ജാസ്മിന് നല്ലത്. അല്ല വീണ്ടും ഗബ്രി എന്ന് പറഞ്ഞാൽ കരയാനും വിളിക്കാനാണ് ഭാവമെങ്കിൽ ഒരു സംശയമില്ല, പ്രേക്ഷകരെടുത്ത് വെളിയിൽ കളയും. എത്ര സപ്പോർട്ട് ഉണ്ടായിട്ടും കാര്യമില്ല. ഒരുപാട് സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ ജാസ്മിൻ ഉണ്ട്. അപ്പോൾ ജാസ്മിൻ്റെ സപ്പോർട്ടേഴ്സ് പല ആളുകളെയും പോയി തെറി വിളിക്കുന്നുണ്ട്, ജെന്യുവനായിട്ട് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് പേരെ പോയി തെറി വിളിക്കുന്നുണ്ടെന്നൊക്കെ പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുന്നവരെ പോയി തെറി വിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടായാലൊന്നും രക്ഷപ്പെടില്ല, പ്രേക്ഷകർ കൈവിടും. കാരണം ഇത് തന്നെയാണ് മുന്നോട്ടും തുടരാനുള്ള ഭാവം. കാരണം കോമൺ സെൻസുള്ള ആരും ഇതിനോട് സഹകരിക്കില്ല. കാരണം നമ്മളൊക്കെ മക്കളെയൊക്കെ വളർത്തുന്ന ആൾക്കാരല്ലേ, അവർക്കൊക്കെ അത് ഇഷ്ടമാവുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് ഏതോ ഒരുത്തനു വേണ്ടി കരയുന്ന ഒരു പെൺകുട്ടി ആരും സ്നേഹിക്കാൻ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഇത് തുടരാതെ ജാസ്മിൻ മുന്നോട്ട് പോയി അച്ഛനും അമ്മയും പറഞ്ഞ ഉപദേശം മനസ്സാൽ സ്വീകരിച്ച് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ ജാസ്മിൻ അത്രയും നല്ല. ജാസ്മിന് കപ്പ് കിട്ടുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ആർക്കുമില്ല. ജാസ്മിൻ വിന്നർ ആവുകയാണെങ്കിൽ സന്തോഷം, അത്രയേ ഉള്ളൂ. പക്ഷേ ആ വിന്നർ ആവാൻ വേണ്ടിയിട്ട് വളഞ്ഞ് ഉള്ള വഴി സ്വീകരിക്കാതെ നേർവഴി സ്വീകരിച്ച് ആ നോറയൊക്കെ പോലെ അൻസിബയൊക്കെ പോലെ നല്ല മാന്യമായി നിന്ന് കളിച്ച് ജാസ്മിനായി അവിടെ നിന്ന് കളിച്ചാൽ ജാസ്മിന് കപ്പ് കൊടുക്കുന്നതിൽ ആർക്കും ഒരു പരാതിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല രീതിയിൽ ചിന്തിച്ച കുട്ടി മുന്നോട്ട് പോട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.